ഹായ് ഹലോ. ഒരു 2 വർഷം മുന്നേ നമ്മൾ ട്രമ്മിൽ വെച്ചൊരു ചെടിയാണ് കേട്ടോ. ഇതേ കണ്ടോ, ഇപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നിൽക്കുന്നത്. കോപ്സിയാണ് വെച്ചിട്ടുള്ളത്. കോപ്സിയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ചിത്തിരപ്പാല. അതെ, നല്ല രസമായിട്ട് പൂക്കൾ വരുന്ന ചെടിയാണ് കേട്ടോ. പക്ഷേ ഈ ട്രം നമുക്ക് അധിക കാലം നിന്നില്ല. ഏതാണ്ട് 1 വർഷം ആവുന്നതിന് മുമ്പ് തന്നെ ഇത് പൊട്ടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ഇതിൽ ഓരോ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ചാക്കൊക്കെ വെച്ച് കെട്ടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കുറേ കാലം കൂടി ഒന്ന് പിടിച്ച് നിർത്തിയിരുന്നു. അപ്പോൾ ഇനി അങ്ങനെ നിർത്താൻ പറ്റില്ല, കണ്ടില്ലേ, വേരെല്ലാം വല്ലാത്ത അവസ്ഥയിലായി. അപ്പോൾ പിന്നെ നമ്മളിതൊന്ന് ഇളക്കി മാറ്റിയിട്ട് റീപോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കണ്ടോ, മണ്ണൊക്കെ ഇങ്ങനെ ഓറഞ്ച് സെറ്റായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പൂക്കൾ, ഈ കോപ്സിയ ചെടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും നമുക്ക് പൂക്കൾ തരുന്നതാണ്. ഒരു ദിവസം പോലും മുടങ്ങാതെ എല്ലാ ദിവസവും നിറച്ച് പൂക്കൾ തരുന്നതാണ്. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഇതിനുള്ളിൽ ഈ ഒരു കണ്ടീഷനായപ്പോൾ വെള്ളം ഒഴിച്ചാലൊന്നും നിൽക്കില്ല, വെള്ളം കൃത്യമായിട്ട് കിട്ടില്ല, പെട്ടെന്ന് ആ സൈഡിൽ കൂടെ അങ്ങ് ഒഴുകി പോകുന്നുണ്ട്. അങ്ങനെ കുറേ ഇഷ്യൂസ് ഇതിൽ വന്നപ്പോഴത്തേനും ചെടി ഒരു വല്ലാത്ത അവസ്ഥയിൽ നിൽക്കാൻ തുടങ്ങി. അങ്ങനെ നിന്നപ്പോഴാണ് നമ്മളിതെന്താ ഒന്ന് റീപോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മളിത് മാറ്റി, ഇതിൻ്റെ റൂട്ടൊക്കെ കുറച്ച് താഴോട്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. തറയിൽ വെച്ചിരുന്നത് കൊണ്ട് തന്നെ ഈ ഡ്രം പൊട്ടിയിട്ട് റൂട്ട് കുറേ താഴോട്ടൊക്കെ പോയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ മാറ്റിയിട്ട് ഇതിവിടെ തന്നെ വേറൊരു പോട്ടിലേക്ക് റീസെറ്റ് ചെയ്യാനുള്ള ശ്രമമാണ്. കണ്ടില്ലേ? അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലും പ്ലാന്റുകളൊക്കെ കുറേ കാലമായിട്ടൊരു പോട്ടിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് റീസെറ്റ് ചെയ്യാൻ പറ്റിയ, റീപ്ലാന്റ് ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ റീപോർട്ട് ചെയ്യാൻ പറ്റിയ നല്ല ടൈമാണ് കേട്ടോ ഇപ്പോൾ. അപ്പോൾ അതൊന്ന് റീപോർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓണത്തിന് നമുക്ക് അടിപൊളിയായിട്ട് നിറച്ച് പൂക്കളെ കാണാൻ ചെയ്യാം. ഇത് കണ്ടോ, ഇത് റൂട്ടിങ്ങനെ പല രീതിയിൽ താഴോട്ട് പോയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുത്ത് അത് ഈ പോട്ടിലാണ് കേട്ടോ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് വേറൊരു ചെടി ഇരുന്ന പോട്ടായിരുന്നു, അത് മാറ്റിയിട്ട് ഈ പോട്ടിൽ തന്നെ വീണ്ടും ഈ കാണുന്ന കോപ്സി എടുത്ത് റീപോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതിന് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചുടുകട്ടയോ ഓടിൻ കഷ്ണമോ എന്തെങ്കിലും തട്ടിപ്പൊട്ടിച്ച് അടിഭാഗത്ത് ഇട്ട് കൊടുക്കണം. എന്തിനെന്നറിയാവോ, നന്നായിട്ട് വെള്ളമൊക്കെ മാർന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ മണ്ണും ചെളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ അടിഞ്ഞു നിന്നിട്ട് വെള്ളം പുറത്ത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മണ്ണൊന്നും അടിയിലിങ്ങനെ ഹോളുമായിട്ട് ബന്ധപ്പെട്ട് അടഞ്ഞു നിൽക്കില്ല, വെള്ളം നന്നായിട്ട് പുറത്ത് പോവുകയും ചെയ്യും, ചെടികൾക്ക് എപ്പോഴും ഒരു തണുപ്പ് കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും റീപോർട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തട്ടിപ്പൊട്ടിച്ച് താഴ്ഭാഗത്ത് ഏത് ടൈപ്പ് ചട്ടിയാണെങ്കിലും നമുക്കങ്ങനെ ചെയ്യാം കേട്ടോ. വലിയ ചട്ടിയായിരുന്നാലും ചെറിയ ചട്ടിയായിരുന്നാലും ഒക്കെ തന്നെ ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതിനുശേഷം ഇതിൻ്റെ മണ്ണൊക്കെ കളഞ്ഞ്, ഇതിന് കുറേ ഇങ്ങനെ മണ്ണിങ്ങനെ കട്ട പിടിച്ചിരിപ്പുണ്ടായിരുന്നു. ആ മണ്ണൊക്കെ ഫുള്ളായിട്ട് എടുത്ത് കളഞ്ഞിട്ട് അത് ഫുള്ളായിട്ട് ഈ ഒരു മരം കംപ്ലീറ്റ് ആയിട്ട്, മരം എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയ പൂമരം, പൂച്ചെടി, ഒരു ഷ്രബാണ്. അതിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എടുത്തിട്ട് ഈ പുതിയ ഒരു ചട്ടിയിലേക്ക് വെക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഇത് എന്താണെന്ന് മനസ്സിലായി. ഇത് നമ്മുടെ ശംഖുപുഷ്പമരമാണ്. ഇതും സെയിം ഇതുപോലെ തന്നെ ചട്ടിക്കിൽ ഇരുന്നൊരു പ്ലാന്റ് നമ്മൾ മാറ്റി നട്ടതാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് റൂട്ട് പിന്നെ താഴോട്ട് ആഴ്ന്ന് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇനി വെട്ടി മാറ്റിയിട്ട് വേണം നമ്മൾ പുതിയ പോട്ടിലേക്ക് എടുത്ത് നടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശരിക്കും പുതിയ പോട്ടിംഗ് മിക്സ് നിറയ്ക്കുന്ന സമയത്ത് കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണെന്നറിയാവോ, നമ്മൾ ഈ ഒരു ചെടിയെന്ന് വെച്ചാൽ ഇതിൻ്റെ മെയിൻ റൂട്ട് കട്ടായി പോയാലും നമുക്ക് വലിയ പ്രശ്നമൊന്നും വരില്ല, പിടിച്ച് കിട്ടുന്ന ചെടിയാണ്. കാര്യം കമ്പ് വെട്ടി വെച്ചാൽ മുളച്ച് കിട്ടുന്ന ഒരെണ്ണം ചെടിയാണ് ഈ കോപ്സിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തായ് വേര് പൊട്ടിച്ച് നമ്മൾ എടുത്താലും ചെടിക്ക് വലിയ കോട്ടമൊന്നും തട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് മണ്ണ് മാറ്റിയിട്ട് ഇതിൻ്റെ തായ് വേര് പൊട്ടിച്ചെടുത്തിട്ട് ചട്ടിയിലോട്ട് നടാം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. കണ്ടോ, ഇത് അവിടെ നിന്ന് വിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ആ ചട്ടിയിലോട്ട് നടാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ ചട്ടിയിൽ പോട്ടിംഗ് മിക്സ് നിറയ്ക്കുകയാണ്. മണ്ണും കരിയിലയും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നിറച്ചതിന് ശേഷം ഇതിങ്ങനെ പൊക്കി എടുത്തിട്ട് വന്ന് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് നിറച്ച് നമ്മൾ മണ്ണ് നിറച്ച് കൊടുക്കും. മണ്ണ് നിറച്ച് ലെവലാക്കി കൊടുക്കും. ഇത് കണ്ടോ, നല്ല സെറ്റായിട്ട് വെച്ചു. ഇത് മറ്റേ പോട്ടിൽ നിന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇലകളൊക്കെ കുറേയൊക്കെ ഇങ്ങനെ കറുത്ത് വല്ലാത്തൊരവസ്ഥയിലായിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിതിപ്പോൾ പുതിയ മണ്ണിലും പുതിയ പോട്ടിലും നിറച്ചിട്ടുണ്ട്. ഇനി ഇത് മണ്ണിട്ട് ഫില്ല് ചെയ്യാന്നുള്ള ജോലിയാണ് അതുവരെ ചെയ്യുന്നുണ്ട്. കണ്ടോ, മണ്ണിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അടിപൊളിയായിട്ട് നിൽക്കും. പിന്നെ ഒന്നൊരു സോഫ്റ്റ് പ്രൂണിങ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓണ സമയത്ത് നിറച്ച് പൂക്കൾ ഇതിൽ നിന്ന് കിട്ടും. എല്ലാ ദിവസവും പൂ പിടിക്കുന്ന ഒരു ചെടിയാണിത്.
അടിപൊളിയായിട്ട് പൂക്കുന്നൊരു ചെടിയാണിത്. നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ നമ്മൾക്ക് തീർച്ചയായിട്ടും വെച്ച് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ്. എല്ലാ ദിവസവും വീട്ടിൽ പൂക്കൾ വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക്, എല്ലാ ദിവസവും വീട്ടിൻ്റെ മുറ്റത്ത് പൂക്കൾ ഇങ്ങനെ വീണ് കിടക്കണം എന്ന ആഗ്രഹമുള്ളവർക്ക്, പൂക്കളെ കാണണമെന്ന ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും വളർത്താൻ പറ്റിയ ഒരു അടിപൊളി പൂമരമാണിത് കേട്ടോ. കോപ്സിയ. നമ്മുടെ നാട്ടിൽ ഇതിന് ചിത്തിരപ്പാലാന്ന് ചിലർ പറയാറുണ്ട്. അടിപൊളി പൂക്കളാണ്, ഒരു നറുമണത്തോടു കൂടി സൂപ്പറായിട്ട് വിരിയുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ കോപ്സിയ നമ്മുടെ ഈ ചട്ടിക്കുള്ളിൽ സെറ്റ് ചെയ്ത് മണ്ണൊക്കെ ലെവൽ ചെയ്ത് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഏതെങ്കിലുമൊക്കെ പ്ലാന്റ് ഏതെങ്കിലുമൊക്കെ പോട്ടിനുള്ളിലോ തറയിലോ അങ്ങനെ അങ്ങ് ഇരുന്ന് പോയിട്ടുണ്ടോ? അങ്ങനെയുള്ള പ്ലാന്റുകൾക്ക് പുതുജീവൻ കൊടുക്കാൻ പറ്റുന്ന ഒരു സന്ദർഭമാണിത്. അപ്പോൾ ഈ സന്ദർഭം ആരും മിസ്സാക്കരുത്. ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ പ്ലാന്റുകൾ ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നേരെ പോയി അതൊക്കെ എടുത്ത് വേരൊക്കെ മാറ്റി ഒന്ന് റീസെറ്റ് ചെയ്തോളൂ. നല്ല അടിപൊളിയായിട്ട് റീസെറ്റ് ചെയ്താൽ അടിപൊളി പൂക്കൾ കിട്ടുമെന്നുള്ളതാണ്. ശരിക്കും ഇതിങ്ങനെ റീസെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വളങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മളിവിടെ DAP ആണ് ഇട്ട് കൊടുക്കുന്നത്. എന്ത് വളങ്ങളും ഇടാം. ജൈവ വളങ്ങളോ ചാണക കമ്പോസ്റ്റോ രാസവളങ്ങളോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വളങ്ങൾ ഇടാം കേട്ടോ. ഞങ്ങളിവിടെ പൂക്കൾക്കായിട്ട് DAP ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ DAP ആണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് മണ്ണ് നിറച്ചതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യം, ഫുള്ളായിട്ട് മണ്ണ് നിറച്ചതിന് ശേഷം വേരിൽ തട്ടാതെ സൈഡിലായിട്ട് വേണം DAP ആയിരുന്നാലും മറ്റു വളങ്ങളായിരുന്നാലും കൊടുക്കാനായിട്ടുള്ളത്. അങ്ങനെ കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് പ്രൂൺ ചെയ്ത് നിർത്താം കേട്ടോ. പ്രൂണിങ് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. നിറച്ച് പൂക്കൾ പിടിക്കാനും പുതിയ ശാഖകളൊക്കെ വരാനും വേണ്ടിയിട്ട്, ചെടിക്കൊരു ഊർജ്ജം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും പ്രൂണിങ് ഉപയോഗിക്കുന്നത്. ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് കളയാം. ഇങ്ങനെ കട്ട് ചെയ്യുന്ന തണ്ടുകൾ നമുക്ക് നട്ട് വെച്ചാൽ നമുക്ക് വേറെയും തൈകൾ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമ്മളിതിവിടെ പ്രൂൺ ചെയ്യുകയാണ്. നല്ല രീതിയിലൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണ്. നല്ല രീതിയിൽ പ്രൂൺ ചെയ്ത് കൊടുത്താൽ ഇതിൽ നിന്ന് നിറച്ച് ശിഖരങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒരു മാസം ആകുമ്പോഴത്തേക്കും നിറച്ച് പൂക്കളാവും. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, എന്നും പൂക്കുന്നൊരു കുറ്റിച്ചെടിയാണിത്. എന്നും പൂക്കും. എല്ലാ ദിവസവും നമ്മുടെ വീട്ടുമുറ്റത്ത് പൂക്കൾ തരുന്നൊരു ചെടിയാണ് കോപ്സിയ അല്ലെങ്കിൽ ചിത്തിരപ്പാല എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ തൈകളൊക്കെ അവൈലബിൾ ആണ്. ആവശ്യക്കാർ മിസ്സാക്കേണ്ട. നമ്മുടെ വെബ്സൈറ്റിൽ ഇത് അവൈലബിൾ ആണ്. വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആവശ്യക്കാർ വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യുക. അല്ലാന്നുള്ളവർക്ക് ഡയറക്റ്റ് നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് വന്നാലും നിങ്ങൾക്കിത് കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ കോപ്സിയ നല്ല വെളുപ്പും പിങ്കും കലർന്നൊരു പൂവാണ്. എനിക്കൊരുപാട് ഇഷ്ടമുള്ളൊരു പൂവാണ്. ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നൊരു പൂവാണ്. രാവിലെ വന്ന് ഇതിൻ്റെ അടുത്ത് നിൽക്കാനും ഇതിൽ നിന്ന് വീഴുന്ന പൂക്കളെ തൊടാനും ഒക്കെ നമുക്കൊരു പോസിറ്റീവ് എനർജി തരുന്നൊരു ഫ്ലവറാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ പങ്കുവെക്കാവുന്നതാണ് കേട്ടോ. നമുക്കറിയാവുന്ന ആൻസേഴ്സ് ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആൻസർ ഉണ്ടാവും. അപ്പോൾ അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത്